ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ചിക്കൻ മന്തി റെസിപ്പി ട്രൈ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ഗോൾഡൻ സെല്ല റൈസാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബോയിലായ വന്ന വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച് റൈസ് ഇവിടെ ചേർക്കാം. റൈസ് ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഡ്രെയിൻ ചെയ്തെടുക്കാം. ചിക്കൻ ആവശ്യമായിട്ട് 2 ചിക്കൻ മാഗി ക്യൂബ്, 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഹോൾ സ്പൈസസ്, മുഴുവൻ പെപ്പർ വേണം, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 പിഞ്ച് റെഡ് ഫുഡ് കളർ. ഇനി ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, കുറച്ച് മല്ലിയില, ഇനി 1 ഡ്രൈ ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ലൂസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ചാർക്കോൾ കത്തിച്ചെടുക്കാം. നമ്മുടെ റൈസ് മൊത്തം മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷനിലാണ് ഫുഡ് കളർ. യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും ഒരു അലങ്കാരത്തിന് വേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 പച്ചമുളകൊക്കെ മുകളിൽ വെച്ച് കൊടുക്കാം. ചാർക്കോൾ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ചാർക്കോളിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡ് നമുക്ക് കുക്കറിൽ ചെയ്യാം. 1 പ്രഷർ കേട്ടാൽ മതിയാവും. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു ഹാഫ് ആൻ അവറാണ് കുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് മന്തി ഒന്ന് മിക്സ് ചെയ്യാം. റൈസും ചിക്കനും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. റൈസും കറക്റ്റ് പരുവമാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു 4 പീസ് ചിക്കൻ എടുത്ത് എയർ ഫ്രയറിൽ ഒരു പെരി ഇവിടെ ആക്കിയിട്ടുണ്ട്. പെരിയുടെ റെസിപ്പി വേറെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.